യൂട്യൂബ് ചാനൽ 555 ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മളെ മൂന്നാമത്തെ ചാനലാണ്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഡിസംബർ മാസത്തിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കിട്ടാത്തവർ അടുത്ത മാസം വായോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? ഈ വ്യക്തിയുടെ യഥാർത്ഥ മനസ്സറിയാം. ഓക്കെ. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? ഈ വ്യക്തിയുടെ യഥാർത്ഥ മനസ്സറിയാം. അതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും നമുക്കിവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സന്റെ മുഖവും പേരൊക്കെ മനസ്സിൽ വിചാരിക്കൂട്ടോ. വിചാരിച്ചോളൂ. എന്നിട്ട് ഈ ഒരു റീഡിങ് മുഴുവനായിട്ട് കാണും. ഓക്കെ. അപ്പോൾ സോറി, നമ്മുടെ ഫസ്റ്റ് ചാനലിൽ 4 മണിക്ക് നമ്മളൊരു വീഡിയോ ഇടുന്നതായിരുന്നു. പക്ഷെ ഇന്ന് ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായി പോയി. ഓക്കെ. അപ്പോൾ ഇത് ഓക്കെ. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ പേഴ്സൺ നിങ്ങളെ വളരെയധികം മദർലി നേച്ചറായിട്ടാണ് കാണിക്കുന്നത്. മദർലി നേച്ചർ എന്ന് പറയുന്നത് ഒരു അമ്മയുടെ എനർജി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള സ്നേഹമുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്. അതിനേക്കാൾ ഉപരി ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത് ഒരമ്മയുടെ സ്നേഹമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ഒരു പുരുഷനായിരിക്കാം, നിങ്ങൾ സ്ത്രീ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിലൂടെ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കെയറിങ്, നിങ്ങളുടെ പാമ്പറിങ് ഇതെല്ലാം ഈ വ്യക്തിക്ക് കിട്ടിയപ്പോൾ അതിലൂടെ ഈ വ്യക്തി രുചിച്ചറിഞ്ഞത് ഒരമ്മയുടെ സ്നേഹവും കൂടിയാണ്. ഓക്കെ. അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്നേഹം. അതായത് ഒരുപക്ഷെ അവർക്കത് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം, അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളിലൂടെ ഇമോഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ഒരു പക്ഷേ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സോ അല്ലെങ്കിൽ ഭയങ്കര പ്രണയാർദ്രമായിട്ടുള്ള ഫീലിങ്സ് ചിലപ്പോൾ അധികം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ലായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി കുറച്ചും കൂടെ എന്താ പറയുക, ഒരു അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഒരു സഹോദരൻ സഹോദരി അവരുടെയൊക്കെ സ്നേഹമായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ സ്നേഹം പോലെയാണ് നിങ്ങളുടെ സ്നേഹവും ഈ വ്യക്തി കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് അത്രയും ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. അത്രയും വിശ്വാസമാണ് ഈ വ്യക്തിക്ക്. നിങ്ങളായിട്ടുള്ള കണക്ഷൻ ആണെങ്കിലും നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഏത് സിറ്റുവേഷനിലാണെങ്കിൽ പോലും, ഒരു മോശപ്പെട്ട സിറ്റുവേഷനിലാണെങ്കിൽ പോലും അതിൽ നിന്നും ഉയർത്തെഴുന്നേക്കാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കും എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. കാരണം ഈ വ്യക്തി ഈ പേഴ്സൺ ഏത് കുഴിയിലേക്ക് പോയാലും അതിൽ നിന്നും ഉയർന്നു വരാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ്. കാരണം അത് നിങ്ങളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഈ വ്യക്തിക്ക് വളരെ പോസിറ്റിവിറ്റിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോഴും നിങ്ങൾ ഈ പേഴ്സണായിട്ട് കോണ്ടാക്ട് ഉണ്ടാകാം. വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ചെറിയ വഴക്ക്, ഇണക്കങ്ങൾ, പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയാ, നിങ്ങൾ രണ്ടുപേരും ഓക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു പ്രണയത്തിനേക്കാൾ ഉപരി വളരെ ഇമോഷൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി സംതിങ് ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കരുതി കൂട്ടി വെക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ വീടായിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കാം. ഓക്കെ. എന്തൊക്കെയോ ഫ്യൂച്ചറിലേക്ക് ഈ പേഴ്സൺ കരുതി വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് തീർത്തും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. ആൻഡ് ഓൾസോ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ ഏറ്റവും കൂടുതൽ ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് നന്ദിയാണ്.
അത് യൂണിവേഴ്സിനോടാണെങ്കിലും ഈ പേഴ്സൺ നന്ദി കാണിക്കുന്നുണ്ടാകാം, നന്ദി പറയുന്നുണ്ടാകാം. ബിക്കോസ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ, റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് കിട്ടിയതിന്. ഓക്കെ, ഒരു നന്ദി ഈ വ്യക്തി പറയുന്നതായിട്ട്, അല്ലെങ്കിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ടും, മറ്റുള്ളവരോട് നിങ്ങളെ പറ്റിയിട്ട് നല്ല രീതിയിൽ പുകഴ്ത്തി പറയുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങളാണ് ഈ പേഴ്സന്റെ അനുഗ്രഹം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ സംസാരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സൈക്കിക് അറ്റാക്ക് ആണ്. സൈക്കിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ മനസ്സിന് പെട്ടെന്ന് വിഷമം വരിക, അത് മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ സംതിങ് എന്തൊക്കെയോ നെഗറ്റീവ് എനർജീസ് ഒക്കെ കാരണമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മനസ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഈ വ്യക്തി ജീവിച്ചു വന്ന സാഹചര്യമായിരിക്കാം, ഈ വ്യക്തിയുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, ശത്രുക്കൾ കൂടുതലുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ വ്യക്തിക്ക് മനസ്സിന്, അതായത് ഉയർന്നങ്ങോട്ട് ഉയർന്നങ്ങോട്ട് ചിന്തിക്കാനും, അതുപോലെ തന്നെ എന്താണ്, ഒരു സന്തോഷമായിട്ട് ഉയർന്നു വരാനും ജീവിതം ആസ്വദിക്കാനും ഒക്കെ സാധിക്കാതിരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഈ വ്യക്തി പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു ഈ വ്യക്തിക്ക്. പക്ഷെ നിങ്ങൾ വന്നതോടുകൂടി ഈ വ്യക്തിയുടെ മനസ്സിൽ വളരെയധികം ഒരു ജീവൻ വന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ വ്യക്തിക്ക് മനസ്സിൽ ഉണ്ടായിരുന്ന വിഷമങ്ങള്, അല്ലെങ്കിൽ താഴ്ചകള്, പരാജയങ്ങള്, അസ്വസ്ഥതകള്, ഇതെല്ലാം ഈ വ്യക്തിയെ വിട്ടു പോയി എന്നാണ് കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ടച്ചിങ് യു ഇസ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഫീലിംഗ് എവർ. അതായത് നിങ്ങളുടെ ആ ഒരു സ്പർശനം, അത് ഈ വ്യക്തിക്ക് വളരെ സന്തോഷമേകുന്നു, ആശ്വാസമേകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഈ വ്യക്തി എങ്ങനെയാണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ സംരക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ കണ്ണുകൾ വളരെ സ്പെഷ്യൽ ആണെന്ന് ഈ വ്യക്തി പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ ഓർമ്മകൾ, അത് ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷം തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഈ പേഴ്സൺ സംസാരിക്കുമ്പോഴായാലും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അത് ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വ്യക്തി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ അത്രയും ശ്രദ്ധിക്കുന്നതൊക്കെ ഈ വ്യക്തിക്ക് ഭയങ്കര സന്തോഷമാണ്. ആൻഡ് ഓൾസോ മറ്റുള്ളവരെങ്ങനെ കാണുന്നു എന്നുള്ളത് ഈ പേഴ്സണ് വിഷയമല്ല. പക്ഷെ നിങ്ങളിൽ നിന്നും കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് സ്പെഷ്യലാണ് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വളരെയധികം സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ലവേഴ്സ്, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് വളരെ സൂപ്പർബായിട്ട് കാണിക്കുന്നുണ്ട്, സൂപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളോടാണെങ്കിലും നിങ്ങൾക്ക് ഈ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അത് മാത്രമല്ല ഈ പേഴ്സൺ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ സർപ്രൈസുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് വരുന്ന വഴിക്ക് നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. എന്തായാലും അത് നല്ല 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 കാര്യങ്ങളാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, സോ പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ സ്ക്രീനിൽ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡിസ്കൗണ്ട് ഒക്കെ തീർന്നു. ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കിട്ടാത്തവര് അടുത്ത മാസം വരിക. സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.